തുടക്കകാലം മുതൽ തന്നെ സിനിയേട്ടൻ എന്നെ കൂടെ ചേർത്ത് നിർത്തി കൂടെ ചേർത്ത് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആദ്യകാലത്ത് തമാശകൾ മാത്രം ഉള്ള സിനിമകളിൽ തമാശ റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ആദ്യമായൊരു സീരിയസ് ടച്ചുള്ള കഥാപാത്രം തരുന്നത് ശ്രീനേട്ടനാണ്. സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായ ഉദയഭാനു എന്ന് പറയുന്ന കഥാപാത്രം. പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്ന ഒരേ ഒരു സീനേ അതിനുള്ളൂ. ആ സിനിമയിൽ അഭിനയിച്ചതോടുകൂടിയാണ് എനിക്കൊരു നടൻ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള ഒരു അംഗീകാരം കിട്ടിത്തുടങ്ങിയത് സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ്. പിന്നീട് എൻ്റെ സിനിമാ യാത്രയിൽ എന്നും ശ്രീനേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ഞാനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചടങ്ങുകൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും എല്ലാം ടീച്ചർക്ക് ഓർമ്മയുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ശ്രീനേട്ടൻ വരും. അപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സിദ്ദീഖിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും ശ്രീനിവാസൻ ഉണ്ടാവുമല്ലോ. ശ്രീനേട്ടൻ അങ്ങനെ എല്ലായിടത്തും പോകുന്ന ഒരാളല്ല. എല്ലാവരും ക്ഷണിച്ചാൽ എല്ലാ ചടങ്ങിനും ഓടിയെത്തുന്ന ഒരാളല്ല. സിനിമാ സംബന്ധമായ പല പരിപാടികളിൽ പോലും ശ്രീനേട്ടൻ പങ്കെടുക്കാറില്ല. പക്ഷെ ഞാൻ ക്ഷണിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ശ്രീനേട്ടൻ സന്നിഹിതനായിരുന്നു. എൻ്റെ മകൻ്റെ കല്യാണത്തിനും രണ്ടാമത്തെ മകൻ്റെ കല്യാണത്തിനും മൂത്ത മകൻ്റെ മരണം നടക്കുമ്പോഴുമെല്ലാം ശ്രീനേട്ടൻ യാത്ര ചെയ്യാനും നടക്കാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നെങ്കിൽ പോലും ശ്രീനേട്ടൻ വന്നു എന്നെ സമാധാനിപ്പിക്കാൻ ശ്രീനേട്ടനുണ്ടായിരുന്നു. രണ്ടാമത്തെ മകൻ്റെ കല്യാണ സമയത്ത് ആ സന്തോഷത്തിൽ പങ്കുചേരാനും ശ്രീനേട്ടനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളുടെ ഒരു സ്മാരകം വന്ന് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുമെന്നൊരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇതിനെന്നെ വിളിക്കുമ്പോൾ ഞാൻ ഓടി വരാൻ കാരണം ഇതാണ്. ഞാൻ എന്ത് കാര്യത്തിനും വിളിക്കുമ്പോൾ ഓടിയെത്തിയ ശ്രീനേട്ടൻ്റെ ഒരാവശ്യത്തിന് ശ്രീനേട്ടൻ ഇല്ലെങ്കിൽ പോലും എനിക്ക് പങ്കെടുക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ ഒട്ടും ഒരു സന്തോഷത്തോടു കൂടിയോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ പോലും സാധിക്കാത്തതാണ്. ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുന്നത് മുഴുവൻ ഇന്ന് ശ്രീനേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചടങ്ങിൽ ശ്രീനേട്ടൻ വരികയും നമ്മളെല്ലാം ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാഴ്ചവെക്കുകയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കമൻറ്റുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമായിരുന്നു. നമുക്കെല്ലാവർക്കും നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ശ്രീനേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പ്രകൃതിയെയും കൃഷിയെയൊക്കെ ശ്രീനേട്ടൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹമാണ്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതും അത്തരം കാര്യങ്ങളുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതുമൊക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള കാര്യമായിരുന്നു. ഈ പാടശേഖരത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഈ പാടശേഖരങ്ങൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ തരിശായി കിടന്നിരുന്ന ആ സ്ഥലം ശ്രീനേട്ടൻ മുൻകൈ എടുത്ത് അത് കൃഷിയോഗ്യമാക്കി തീർക്കുകയും അതിനകത്ത് ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി വിളയിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത് ഈ പാടത്ത് വിളയിച്ച ഒരുപാട് അരിയുടെ ചോറ് ഞാൻ ഉണ്ടിട്ടുണ്ട്. ശ്രീനേട്ടൻ എപ്പോഴും എനിക്ക് ആ അരി കൊടുത്തയക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സഹപ്രവർത്തകനോ സുഹൃത്തോ എന്നൊന്നുമല്ല പറയേണ്ടത്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അതിനേക്കാളൊക്കെ വലിയൊരു സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എൻ്റെ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിച്ചത് ശ്രീനേട്ടനാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട കാലത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇരിക്കുന്നത് കാണും. അപ്പോൾ ഞാൻ ശ്രീനേട്ടനോട് ചോദിക്കുകയാണ്, പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുമല്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, വായിക്കാറില്ലേ? ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പീരിയോഡിക്കൽസൊക്കെ ഇങ്ങനെ നോക്കുന്നല്ലാതെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വായന എനിക്കങ്ങനെ ഒരു ശീലമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വായിക്കണം. വായിച്ചാലുള്ളൊരു പ്രയോജനം എന്ന് പറയുന്നത് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പക്ഷേ ഒരു നടനെന്ന നിലയ്ക്കുള്ളൊരു പ്രയോജനം, നമ്മളൊരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആളുകളാണ്. ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ട ആളുകളാണ്. പല രീതിയിലുള്ള കഥാപാത്രങ്ങളെ, മനുഷ്യർക്ക് പരിചയമുള്ള പല ആളുകളെയും നമ്മൾ സ്ക്രീനിൽ പല രീതിയിലും അവതരിപ്പിക്കണം. ഇവരെയൊക്കെ നമുക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ ജീവിതത്തിൽ എത്ര പേരാണ് നേരിട്ട് കാണുക? വളരെ കുറച്ച് ആളുകളെയാണ് നമ്മൾ കാണുന്നതും ഇടപെടുന്നതും ഒക്കെ. പക്ഷേ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് ആളുകളെ തിരിച്ചറിയും, ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലാവും, ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് മനുഷ്യരുടെ പ്രത്യേകതകളുള്ള സ്വഭാവങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നല്ല ഭാഷയുണ്ടാവും, നമ്മൾ സംസാരിക്കുന്ന ഭാഷ നന്നാവും. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമുക്കുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ശ്രീനേട്ടനെ പരിചയപ്പെട്ട ഏതാണ്ട് ഒരു വർഷത്തിനകത്ത് ഞാൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത്. എനിക്ക് എൻ്റെ മലയാളം നന്നാക്കാൻ, എൻ്റെ മലയാള ഭാഷ നന്നായിട്ട് പ്രയോഗിക്കാൻ സാധിച്ചത് ആ വായനയിൽ നിന്നാണ്. എൻ്റെ അടുത്ത്
ഞാൻ അമൃത ടി വിയിൽ സമാഗമം എന്ന് പറയുന്നൊരു പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് സമൂഹത്തിലെ പല ഉന്നത മേഖലകളിലുള്ള ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മലയാളമാണോ ഡിഗ്രി പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ 4ാം ക്ലാസ് വരെ മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ. ഞാൻ പഠിച്ചത് ഒരു ഇസ്ലാം സ്കൂളിലാണ്. അപ്പോൾ അവിടെ അറബിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് മുസ്ലിം സ്റ്റുഡൻസ് എല്ലാം അറബിക്കടുത്ത് പഠിച്ചുകൊള്ളണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മലയാളം പഠിക്കാൻ സാധിച്ചിട്ടില്ല. 4ാം ക്ലാസ് മുതൽ ഞാൻ പിന്നീട് 10ാം ക്ലാസ് വരെ അറബിയാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് മലയാളവും പഠിക്കാൻ സാധിച്ചില്ല, അറബിയും പഠിക്കാൻ സാധിച്ചില്ല. പക്ഷെ പിന്നീട് എനിക്ക് മലയാള ഭാഷ കൂടുതൽ മനസ്സിലാവുകയും ഭാഷ പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊക്കെ അല്പമെങ്കിലും അറിവ് ലഭിച്ചത് എൻ്റെ ഈ വായനയിൽ നിന്നാണ്. ഇന്നും ഞാൻ ഓരോ പുസ്തകങ്ങളെടുത്ത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് എപ്പോഴും ശ്രീനേട്ടനെയാണ്. അങ്ങനെ ശ്രീനേട്ടനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. അത് അല്പമെങ്കിലുമൊക്കെ പങ്കുവെക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ശ്രീനേട്ടൻ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ 50 വർഷത്തോളം മലയാള സിനിമയിലുണ്ടായിരുന്ന ഒരാളാണ്. മലയാള സിനിമയിൽ ശ്രീനേട്ടൻ കൈവെക്കാത്ത മേഖലകളില്ല. മികച്ച കഥാകൃത്തായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു, നടനായിരുന്നു, നിർമ്മാതാവായിരുന്നു. അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലകളിലും അറിവുള്ള ഒരാളായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച ഒരാൾക്ക് സിനിമാ മേഖലയിൽ നിന്നൊരു സ്മാരകം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ശ്രീനേട്ടൻ ഈ കണ്ടനാട് വന്നിട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ അത്രയും ആഴത്തിൽ അദ്ദേഹം പതിഞ്ഞതുകൊണ്ടാണ് ഈ കണ്ടനാട്ടുള്ള പ്രദേശവാസികൾക്ക് അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയണമെന്ന് തോന്നി. അതിന് ഞാൻ ഈ പ്രദേശത്തുള്ള ഇതിനുവേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരമൊരു സ്മാരകം ഇല്ലെങ്കിൽ പോലും ശ്രീനേട്ടൻ നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാവും നമുക്കറിയാം. എന്നാലും അദ്ദേഹത്തിന് ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ വരുന്ന ആളുകൾക്ക്, ഇവിടെ വന്ന് കാണുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം എന്നും ഓർമ്മിക്കാൻ, ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നടൻ, ഒരു പ്രകൃതി സ്നേഹി, ഒരു കൃഷിക്കാരൻ, ഒരു സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, നമ്മുടെ എല്ലാം കാലശേഷം വരുന്ന തലമുറയ്ക്ക് പോലും ഇത് കണ്ട് ഓർക്കാൻ ഉള്ളൊരു സാധ്യത ഉണ്ടാക്കിയത് ഈ കണ്ടനാടുള്ള പ്രദേശവാസികൾക്കാണ്. അവരെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.